ചെമ്പ് പാത്രങ്ങളൊക്കെ എന്നെക്കാട്ടും പഴക്കം ഉണ്ടാവും. ഞാൻ കാണുന്നോട്ടെ ഈ ചെമ്പ് പാത്രങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് 100 വർഷം പഴക്കമുള്ള കണ്ണൂർ തലശ്ശേരിയിലെ മോഡേൺ ഹോട്ടൽ. 1926 തുടങ്ങിയ ഈ ഭക്ഷണശാല തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ്. കേരളത്തിലെ പഴക്കമുള്ള ഭക്ഷണശാലകളെയും അവയ്ക്ക് പിന്നിലെ കഥകളെയും പരിചയപ്പെടുത്തുന്ന ഫുഡ് പാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വർഷം മുമ്പുള്ള തലശ്ശേരി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് ഏറ്റവും മോഡേണായി നിന്നിരുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എന്നിട്ടും ഈ 2026 സ്വാദിലും തിരക്കിലും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ഇവിടെ. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷ് അടുക്കളയിൽ പാചകക്കാരനായിരുന്ന കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ തുടക്കം കുറിച്ചതാണ് ഈ സ്ഥാപനം. അന്ന് ഇതൊരു ചെറിയ ഭക്ഷണശാലയും ചായക്കടയുമായിരുന്നു. വർഷം 1940. അന്നാണ് NK ദാമോദരൻ, അല്ല എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ദാമുവേട്ടൻ ജോലി അന്വേഷിച്ച് ഇവിടെ എത്തുന്നത്. ഒരു സാധാരണ തൊഴിലാളിയായി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം പതുക്കെ ഹോട്ടലിന്റെ ഭരണ ചുമതല ഏറ്റെടുത്തു. ഹായ്, ഞാൻ അക്ഷയ്. 1926 മോഡേൺ ഹോട്ടൽ ആരംഭിക്കുന്നത്. മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ ആണ് അതിൻ്റെ ഫൗണ്ടർ. ബ്രിട്ടീഷിൻ്റെ കിച്ചണിലെ ഒരു മെയിൻ ഷെഫ് ആയിരുന്നു ഈ ബട്ട്ലർ. പണ്ട് കാലത്ത് ബട്ട്ലർ എന്ന് വെച്ചാൽ ഷെഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഈ ബട്ട്ലർ ബ്രിട്ടീഷുകാരെ സ്ഥലം കൊടുത്തു, അങ്ങനെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ എത്തിയത്. ഇപ്പോൾ പോകെ 1940 എൻ്റെ അച്ചാച്ചൻ ദാമുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഹോട്ടലിലേക്ക് വരികയും അന്ന് ഒരു നോർമൽ ഒരു ചായക്കട ആ രീതിയിൽ തുടങ്ങിയതായിരുന്നു, ഒരു ചെറിയ ഹോട്ടൽ അങ്ങനെ. അപ്പോൾ ആ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ബിസിനസ് വളരെ ഡൗൺ ആകുകയും അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായ ശേഷം അച്ചാച്ചൻ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയും മീനും അരിയും ഇതൊക്കെ വാങ്ങാൻ തുടങ്ങി. വാങ്ങുന്നത് ഹൈ ക്വാളിറ്റി സാധനങ്ങളായതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ ചെറിയൊരു സംസാരം വന്നു തുടങ്ങി അതിനെ കൊണ്ട്. സോ അതിനുശേഷം തലശ്ശേരിക്കാരും ഈ നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കി അത് എന്താണ് ആ ക്വാളിറ്റി എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. ഇപ്പം ഇന്നും നമുക്ക് അതേ കസ്റ്റമർ റേഞ്ച്, അത് കാരണമാണ് ആ ഒരു ക്വാളിറ്റി ഇൻഗ്രീഡിയൻസും സാധനങ്ങളും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അന്നും ഇന്നും ഇതേപോലത്തെ ഒരു കസ്റ്റമർ റേഞ്ച് നമുക്ക് കിട്ടുന്നത്. ഹോട്ടലിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്ന രീതി തന്നെ ദാമോദരൻ ചേട്ടൻ മാറ്റിമറിച്ചു. സാധനങ്ങളുടെ ഗുണനിലവാരത്തിൽ നോ കോംപ്രമൈസ്. പച്ചക്കറികളും മീനും അരിയുമെല്ലാം വാങ്ങാൻ അദ്ദേഹം നേരിട്ട് തലശ്ശേരി മാർക്കറ്റിലേക്ക് പോയ കാലമായിരുന്നു അത്. വൈകാതെ തന്നെ മോഡേൺ ഹോട്ടലിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ നാടെങ്ങും പരന്നു. അങ്ങനെ ഉച്ചയൂണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായി മാറി. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങുന്ന ഊണ് വൈകുന്നേരം 4 മണി വരെ നീളും. ചോറും കറികളും തോരനുമെല്ലാം മേശപ്പുറത്ത് നിറയുമെങ്കിലും തലമുറകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന വിഭവം ഊണിനൊപ്പം വിളമ്പുന്ന യമ്മി സാധനമാണ്. അതാണ് മട്ടൺ ചാപ്സ്. ഏത് വിഭവം എന്നതിലുപരി നല്ല ചേരുവകൾക്കും വൃത്തിയുള്ള പാചകത്തിനുമാണ് മോഡേൺ ഹോട്ടൽ എപ്പോഴും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇന്നും മസാലപ്പൊടികളും തേങ്ങ അരപ്പുകളുമെല്ലാം ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഐറ്റം മസാല പാക്കറ്റ് പൊടി അതൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നതാണ്. മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, മുളക് ആയിക്കോട്ടെ, അരച്ച തേങ്ങ ആയിക്കോട്ടെ, എല്ലാ ഐറ്റംസും ഇൻ ഹൗസ് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഈ ഒരു അർപ്പണബോധം തന്നെയാണ് പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജീവനക്കാരെയും ഒപ്പം നിർത്തിയിരിക്കുന്നത്. 40 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള ജീവനക്കാർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ മുഴുവൻ ടീമും ഒരു കുടുംബം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അക്ഷയ് പറയുന്നു. എൻ്റെ സ്ഥലം തലശ്ശേരി വടക്കും പുളിയോ സാറ് അത് നമ്മൾ ഇവിടെ തന്നെ വേറെ വീട്ടിൽ നമ്മളെ പങ്ങളെ വീടുണ്ട് ആട്ടവരത്ത്, അങ്ങനെ ആട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ അക്ഷയൻ പഠിക്കും. അക്ഷയൻ്റെ അച്ഛൻ അങ്ങനെ കഴിക്കുമ്പോൾ അറിയാം. അന്ന് ഞാൻ മകത്ത് പോയതാ
ഇവിടെ 40 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ഉണ്ട്. ഒരു വത്സേട്ടൻ, ശ്യാമളേച്ചി, ശൈലേച്ചി, ആരും അങ്ങനെ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സ്റ്റാഫാണ്. ഇവിടെ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്, ഒരു ടീം വർക്കാണ്. കാരണം ഇത്ര പേരിലൊരു നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അത്രയും ആൾക്കാർ വേണം. ഇവരൊക്കെ നമ്മൾ നല്ല യോജിപ്പും ടീം വർക്കും കൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് വർഷങ്ങളായി ഇവിടെ സ്ഥിരമായി എത്തുന്ന ഉപഭോക്താക്കളും. കസ്റ്റമേഴ്സ് പറയാൻ ഒരു മുകുന്ദേട്ടനുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ പണ്ട് എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴാണ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരാളെപ്പോൾ എന്നെ വന്ന് ഇങ്ങനെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അയാൾ ഇപ്പോൾ ഇന്നലെ വരെ ഇവിടെ വന്നിട്ട് ഊണ് കഴിച്ചിട്ട് പോയ ഒരാളാണ്. കാരണം അങ്ങനെ പറയാ വെച്ചാൽ അയാൾ ആ ഒരു ഇത് മാറിയിട്ടില്ല. ഫ്രം ദ ഡേ 1 ഞാൻ കാണാൻ തൊട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇപ്പോഴും അയാൾ വന്ന് കഴിക്കുന്നുണ്ട്. ഇവിടുന്ന 49 കൊല്ലായി. ഓൻ്റെ അച്ചാച്ചൻ്റെ സമയത്തെ ഞങ്ങൾ അവരെ കുടുംബങ്ങളെല്ലാം ഇടുന്ന അച്ഛമ്മ ഓൻ്റെ അച്ഛമ്മയും എല്ലാം കൂടി ഇടുന്ന ഉണ്ടാക്കുന്ന സമയത്തെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ചോറ്, ഇവിടുത്തെ ചോറ്. വേറെ ഒന്നും കഴിക്കില്ല. ഇവിടുന്ന് ഉണ്ടാക്കിയ എന്തും തിന്നും. വേറെ ഇവിടെ 10 ദിവസം പൂട്ടും, ഓണത്തിനും വിഷുവിനും. അന്ന് കാപ്പി ദിവസം കരി ഊണ് വരും, ബാക്കി വരെയും പോക്കില്ല. അക്ഷയെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ഹോട്ടലുമായുള്ള ബന്ധം വളരെ വ്യക്തിപരമാണ്. മുത്തശ്ശനോടൊപ്പം ഇവിടെ പണ്ട് വരുമായിരുന്നു. പിന്നീട് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുടുംബ ബിസിനസ് ഏറ്റെടുക്കാൻ തലശ്ശേരിയിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് അക്ഷയ് ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ 2020 നാട്ടിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും കൂടെയായിരുന്നു ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. 2021 അച്ഛൻ്റെ അനിയൻ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പം ഇത് എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. 2 ഫാമിലീസാണ്, എൻ്റെ ഫാമിലിയും ഉണ്ട്, അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൻ്റെ വരുമാനം കൊണ്ടാണ് നമ്മൾ ഫാമിലീസ് റൺ ചെയ്യുന്നത്. അപ്പം സോ നമുക്ക് ഇത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഐദർ ദേ ഹാവ് ടു സെൽ ഇറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, നടത്തിപ്പിന് കൊടുക്കാം, അങ്ങനെയൊക്കെയായിരുന്നു ചിന്ത. സോ അറ്റ് ദാറ്റ് ടൈം ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ തോട്ട് വേണ്ട, എനിക്ക് ഈ ഹോട്ടലിനോട് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ കൂടിയുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഞാൻ അച്ചാച്ചൻ്റെ കൈയൊക്കെ പിടിച്ച് ഞാൻ ഈ ഹോട്ടലിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറീസാണ്. പിന്നെ കുറേ ആൾക്കാർ അച്ചാച്ചൻ്റെ പേരൊക്കെ പറയുമ്പോഴും അച്ചാച്ചൻ്റെ കൊച്ചുമോന്ന് പറയുന്നതേ ഒരു വലിയ കാര്യമാണ് ഇവിടെ തലശ്ശേരിയിൽ. സോ അപ്പോൾ ആ ഒരു മെമ്മറിയാണ് കൂടുതൽ തന്നെ. ഇത് കൊടുക്കണ്ട, ഞാൻ ട്രൈ ചെയ്യും, ഇത് സക്സസ്ഫുൾ ആക്കിയിട്ട് കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് എടുത്തു. പിന്നെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തു. ഇന്ന് മോഡേൺ ഹോട്ടൽ നടത്തുന്ന 3ാം തലമുറക്കാരനാണ് അക്ഷയ്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് തന്നെ അടുക്കളയിൽ ചോറുണ്ടാക്കാൻ തുടങ്ങും. ഉച്ചയാകുമ്പോഴേക്കും ഡൈനിങ് റൂം ആളുകളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടാകും. നമ്മളുടെ ഊണ് വിളമ്പുന്നത് ഒരു സദ്യ വിളമ്പുന്ന രീതിയിലാണ്. ഓരോ ഐറ്റംസ് പോയതിനു ശേഷമാണ് ഓരോ ഐറ്റംസ് വരിക. ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ പ്ലേറ്റ് കൊടുത്തു, പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചു, പിന്നെ തൂക്ക് വിളമ്പി, ചോറ്, പച്ചക്കറി, മീൻകറി, സ്പെഷ്യൽ, അങ്ങനെ പപ്പടം, രസം, മോര്, അതൊരു താളത്തിൽ അങ്ങനെ പോവും. ആ താളം തെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊന്നും ചോദിച്ചു വാങ്ങേണ്ടതായിട്ട് വരത്തില്ല. ആൾക്കാർക്ക് വേണ്ടത് വേണ്ട സമയത്ത് കിട്ടും. ഉച്ചയൂണ് കഴിയുന്നതോടെ മോഡേൺ ഹോട്ടലിന്റെ അന്തരീക്ഷം മാറും. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9:30 വരെ ഇതൊരു ചായക്കടയായി മാറും. മൂന്ന് പാചകക്കാർ ഉൾപ്പെടെ 35 തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ചിലർ പതിറ്റാണ്ടുകളായി ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ്. എല്ലാവരും ചേർന്നാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ഭക്ഷണശാലയെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നത്. ഈ ചെമ്പുപാത്രങ്ങളൊക്കെ എന്നെക്കാട്ടും പഴക്കം ഉണ്ടാവും. ഞാൻ കാണുന്നൊട്ട് ഈ ചെമ്പുപാത്രങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട്. എല്ലാ വർഷവും ഇത് 2 പ്രാവശ്യം നമ്മൾ ഈ ഈയൊക്കെ പൂശിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്ന് മെയിൻ്റനൻസ് വേണ്ടി ചെയ്യുന്നതാണ്, അത് ചെയ്യാറുണ്ട്.
സോ അതെല്ലാം ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അത് ഫുൾ. മോഡേൺ ഹോട്ടൽ ഈ വർഷം അതിന് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ അന്ന് തുടങ്ങിയ സ്ഥാപനം ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല പഴയ കടകളെ പോലെ തന്നെയാണ് ഇന്നും ഈ ഹോട്ടലിനെ നിലനിർത്തിയിരിക്കുന്നത്. തലശ്ശേരി MG റോഡിലെ BEMP ഹൈസ്കൂളിന് എതിർവശത്തായാണ് മോഡേൺ ഹോട്ടൽ വരുന്നത്. ചിലർക്കിത് നല്ലൊരു ഉച്ചയൂണ് കിട്ടുന്ന സ്ഥലമാണ്. എന്നാൽ മുകുന്ദനെ പോലുള്ളവർക്കാകട്ടെ ഇത് ഓർമ്മകൾ നിറഞ്ഞതും പണ്ടത്തെ അതേ സ്വാദിൽ ഊണ് കിട്ടുന്ന പ്രിയപ്പെട്ട ഇടവും കൂടിയാണ്.